അപ്പോൾ നമ്മൾ മലയാള സിനിമ പ്രവർത്തകർക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ടല്ലോ. നമുക്കറിയാം നമ്മളെ വരിക്കാശ്ശേരി മന, ഒറ്റപ്പാലം, അങ്ങനെ തുടങ്ങി ഒരുപാട് ഇവർക്ക് സ്പെഷ്യലൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരുപാട് സിനിമകൾ നമ്മൾ എന്താ പറയുക എണ്ണിയാൽ ഒതുങ്ങാത്ത ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷൻസ് നമ്മളെ കേരളത്തിലുണ്ട്. അപ്പോൾ അതേപോലുള്ള ഒരു ലൊക്കേഷനിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. വാഴാളിക്കാവ്, തൃശ്ശൂരുള്ള വാഴാളിക്കാവിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരുപാട് എനിക്ക് തോന്നുന്നു 100-ലധികം മലയാള സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ജോവിയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കൂടെ ശ്രീജിത് ബ്രോ ഉണ്ട്, അവിടെ നിന്ന് ഇൻട്രോ എടുക്കുകയാണ്. ബോസിനെ കാണിച്ചു തരാം എന്തായാലും BBS ആയിട്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊന്ന് കാണാം, ഇവിടുത്തെ സ്ഥലങ്ങൾ കാണാം, ലൊക്കേഷൻസ് ഏതൊക്കെയാണെന്നുള്ളതും ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, കൂടെ കാണുന്ന ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നേരെ പോകാം. അപ്പോൾ ശ്രീജിത്ത് പറഞ്ഞു കേട്ടില്ലേ. മാത്രമല്ല എൻ്റെ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്ന് വെച്ചാൽ ഭാരതപ്പുഴയിൽ ഇറങ്ങി നിന്നിട്ടൊരു വീഡിയോ എടുക്കണം എന്നുള്ളത്. അത് ഇന്നാണ് നമുക്ക് സാധിക്കാൻ പറ്റിയത്. ഇപ്പോൾ ഉള്ളത് ഒട്ടും വെള്ളമില്ലാത്ത കേരളത്തിലെ ഏറ്റവും വലിയ നദിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെ ഒരു നൂല് പോലെ ഇങ്ങനെ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴുകുന്നു, അല്ലാതെ ഭാരതപ്പുഴ വറ്റി വരണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം കൂടി ഞാനിന്ന് നിറവേറ്റി. നമ്മൾ ഭാരതപ്പുഴയിൽ നിന്ന് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ നമുക്ക് നേരെ ഇനി വാഴാളിക്കാവ് ക്ഷേത്രത്തിലേക്ക് കയറിയിട്ട് നമുക്ക് ഓരോ സിനിമകളും ഓരോ സിനിമയുടെ ലൊക്കേഷൻസും കാണാം നമുക്ക്. അതേപോലെ തന്നെ നമ്മളെ ഏതാണ്ട് ആ ഒരു ഭാഗങ്ങളിലായിട്ടാണ് വരിക. ഒറ്റപ്പാലം വരിക, പിന്നെ ഈ സൈഡിലേക്ക് ഷൊർണ്ണൂർ കാര്യങ്ങളൊക്കെ വരും. പിന്നെ അവിടെ ഒരു തടയണുണ്ട് കേട്ടോ. നമ്മളെ കഴിഞ്ഞ പ്രളയ സമയത്ത് തകർന്നു പോയെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ഒരു സ്റ്റീലിൻ്റെയോ അങ്ങനെ എന്തോ ഒരു തടയണയാണ്. പിന്നെ നമുക്കറിയാം അതിൻ്റെ തൊട്ട അപ്പുറത്തെ വശത്തു കൂടി പോകുന്ന റെയിൽവേ ലൈൻ, അത് ആ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. അപ്പോൾ ഇനി നമുക്ക് നേരെ ക്ഷേത്രത്തിലേക്ക് കയറിയിട്ട് ഓരോ ലൊക്കേഷനും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഭാരതപ്പുഴയിലോട്ട് ഇങ്ങനെ നടന്നിട്ട് വാഴാലിക്കാവ് ക്ഷേത്രത്തിൻ്റെ അവിടത്തേക്ക് കയറാൻ പോവാണ്. നമുക്കറിയാം ഇവിടെയുള്ള ഒരു കൂത്തമ്പലല്ലേ, ഇതിനെന്താ പറയുക ബ്രോ? കൂത്തമ്പലം. അപ്പോൾ ആ കൂത്തമ്പലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്. നമുക്ക് ഒട്ടുമിക്ക ഫോട്ടോയിലും കാണാം ഈ വാഴാലിക്കാവിൻ്റെ ഫോട്ടോകളിലൊക്കെ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടിരിക്കുന്നത് വെച്ചാൽ ഈ എന്താ പറയുക നെൽപ്പാടത്ത് നടുക്ക് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു കൂത്തമ്പലമാണ്. അപ്പോൾ ഇപ്പോൾ നെല്ലും കാര്യങ്ങളൊന്നുമില്ല, കൃഷിയൊന്നുമില്ല, ഒരു വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ആ കൂത്തമ്പലത്തിൻ്റെ അടുത്തേക്കാണ് നമ്മളിപ്പം കയറുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വാഴാലിക്കാവ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ഫ്രണ്ട് കാണുന്ന ഒരു ആൽമരം കണ്ടില്ലേ, പണ്ടൊക്കെ എൻ്റെ ഒരു ധാരണ നമ്മുടെ ഉത്രാളിക്കാവും ഈ ഒരു ക്ഷേത്രം ഒന്നാണെന്നായിരുന്നു. എന്താ വെച്ചാൽ രണ്ടും ഒരേപോലെയാണല്ലോ അല്ലേ. മനോഹരമായിട്ടുള്ള നമ്മുടെ വാഴാലിക്കാവിൻ്റെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു വലിയൊരു ഭംഗി എന്ന് പറഞ്ഞാൽ ഈ പാടങ്ങളിലെ ഏറ്റവും സെൻറ്ററിലുള്ള നമ്മൾ ഫ്രണ്ട് കാണുന്ന ഈ ഒരു ആൽമരമാണ്. ഈ ഒരു ആൽമരത്തിൻ്റെ ചോട്ടിൽ നിന്ന് ഒട്ടനവധി മലയാള സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് എടുത്തു പറയുകയാണെങ്കിൽ എൻ്റെ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള ചിത്രങ്ങളിൽ ഒന്നായിട്ടുള്ള മഴവിൽക്കാവടി ഫിലിമിൻ്റെ 1-2 രസകരമായിട്ടുള്ള സീനുകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ആൽമരത്തിൻ്റെ ചോട്ടിൽ നിന്നും. അത് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ജയറാമേട്ടൻ്റെ ക്യാരക്ടർ അവരെ കാമുകീന അമ്മിണിക്കുട്ടീനെ കാണാൻ വേണ്ടി വരുന്ന കുറച്ച് സീനുകളൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെ നിന്നാണ്. നമുക്കറിയാം നമ്മളെ പറവൂർ ഭരതൻ ചേട്ടന് അവർ കാണാതെ ജയറാമേട്ടന് കാമുകീനെ കാണണം. അപ്പോൾ അവരിങ്ങനെ ഓടി വന്നിട്ട് ഇങ്ങനെ ഈ ഒരു ആൽമരത്തിൻ്റെ ചോട്ടിൽ നിന്നാണ് അവർ കത്തുകൾ കൈമാറുന്നതും അങ്ങനത്തെ കുറച്ച് രസകരമായിട്ടുള്ള കുറച്ച് സീനുകളൊക്കെ ഷൂട്ട് ചെയ്തത് ഈ ഒരു ആൽമരത്തിൻ്റെ ചോട്ടിൽ നിന്നാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളവിടുന്ന് മഴവിൽക്കാവടി ഫിലിമിൻ്റെ ലൊക്കേഷൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ. മാത്രമല്ല ഈ വാഴാലിക്കാവ് ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളിൽ നിന്ന് ഷൂട്ട് ചെയ്ത ഫിലിംസ് ആട്ടോ. ഞാൻ ഇവിടെ ഫോണിൽ നോട്ട് ചെയ്ത് വെച്ചാണ്. സല്ലാപം, കുടമാറ്റം, ദ്രോണ, ദേവാസുരം, ചന്ദ്രോത്സവം, മല്ലു സിംഗ്, പോകിരി രാജ, സിംഹാസനം, മിസ്റ്റർ ഫ്രോഡ്, ആറാം തമ്പുരാൻ, ഗോദ, നക്ഷതങ്ങൾ, ബോഡിഗാർഡ്, ആകാശത്തിലെ പറവകൾ, വാത്സല്യം, മൈലാഞ്ചി മുഞ്ചുള്ള വീട് തുടങ്ങി ഏറ്റവും അവസാനം നമ്മളെ ലാലേട്ടൻ്റെ ആറാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫിലിം വരെ ഷൂട്ട് ചെയ്തേക്കുന്നത് ഈ വാഴാലിക്കാവ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ്. ഞാനിവിടേക്ക് വരാൻ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം അകലെ ഞാൻ കാണിച്ചത് നമുക്ക് അവിടേക്ക് പോകാൻ എന്തായാലും ഈ ചന്ദ്രോത്സവം ഫിലിമിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്രണ്ട് കാണുന്ന ഭാഗങ്ങളിൽ നിന്നാണ് ഏത് വെച്ചാൽ ആ ഒരു ഫൈറ്റൊക്കെ നടക്കുന്നത് വെച്ചാൽ ലാലേട്ടൻ അതേമാതിരി ഭീമൻ രഘുചേട്ടൻ അവരെ എല്ലാവരും ഉള്ള ആ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ ഫ്രണ്ട് കാണുന്ന വയലിൽ നിന്നാണ് കേട്ടോ ഫ്രണ്ട്സ്. അതേപോലെ തന്നെ നമ്മളെ വാഴാലിക്കാവ് ക്ഷേത്രം ഉണ്ടല്ലോ, ഈ ക്ഷേത്രത്തിലെ വേല ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ഇവിടുത്തെ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഭയങ്കര ഫേമസ് ആണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ നമ്മളെ സല്ലാപത്തിലെ കുറച്ച് ഭാഗങ്ങൾ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് അറിയാം അതിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ
മഞ്ജു ചേച്ചിനോടും ബിന്ദു പണിക്കർ ചേച്ചിനോടും ഇവിടുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. അന്നപ്പോൾ അവർ ക്ഷേത്ര കമ്മിറ്റി ഓഫീസിലിരുന്നിട്ട് അവർ പറയുന്നുണ്ട് പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്ര കാര്യങ്ങളൊന്നും ഓർമ്മ ഉണ്ടാവില്ല എന്ന് പറയുന്ന ആ ഒരു സീൻ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്ക് ഈ ഒരു കൂത്തമ്പലവും കാണാൻ പറ്റും. കണ്ടില്ലേ? വയസ്സായിട്ടാ പെടക്കലടി പെണ്ണെ കൂടുണ്ട പെണ്ണിന് ഇപ്പൊ പഠിക്കണ്ടോ? എന്നിട്ടെന്താ ഈ വാഴാലിക്കാവ് ക്ഷേത്രത്തിൻ്റെ ഇവിടെ നിന്നാണ് മല്ലു സിംഗ് അതേപോലെ തന്നെ പോക്കിരി രാജ. എനിക്ക് തോന്നുന്നു രണ്ടും ഏതാണ്ട് ഒരേ ടൈപ്പ് ഫിലിമാണ്, ഒരു തട്ടുപൊളിപ്പ് സിനിമകൾ. അതിൻ്റെ പാട്ടുകളൊക്കെ ഷൂട്ട് ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഫ്രണ്ട് കാണുന്ന ഈ ഒരു ആൽമര തറ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ഫ്രണ്ട് കാണുന്ന ആൽമര തറേൻ്റെ മുകളിൽ നിന്നാണ് ആ ഒരു സോങ്ങൊക്കെ ഷൂട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് അത് ഷൂട്ട് ചെയ്തത്. പിന്നെ പറഞ്ഞാൽ ഇവിടുന്ന് ഷൂട്ട് ചെയ്ത ഫിലിംസിൻ്റെ ഭാഗങ്ങൾ നമുക്ക് പറയുകയാണെങ്കിൽ തീരുമില്ല. ഈ വീഡിയോൻ്റെ ലെങ്ത്ത് ഒരുപാട് അങ്ങോട്ട് കൂടും, ചിലപ്പോൾ മണിക്കൂറുകളിൽ നമ്മൾ നീട്ടിക്കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് സിനിമകൾ ഏതൊക്കെയാണെന്ന് ഇങ്ങനെ പറഞ്ഞു പോവാണ്. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ പ്രധാനമായിട്ടും എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു ഫിലിമാണ് ചന്ദ്രോത്സവം. അപ്പോൾ ചന്ദ്രോത്സവത്തിൻ്റെ കുറച്ചധികം ലൊക്കേഷൻസ്, ഇവിടെയുള്ള ലൊക്കേഷൻസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ശ്രീജിത്ത് ഇവിടെ തകർപ്പൻ വ്ളോഗിങ്ങിലാണ്, നമ്മളിപ്പോൾ ക്ലാഷ് ആവും. വെച്ചിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതാണ് ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ ആ ക്ഷേത്രത്തിൻ്റെ അടുത്തുനിന്ന് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലുള്ള റോഡിലൂടെ നമ്മൾ നേരെ ഇപ്പുറത്തെ വശത്തേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടേക്ക് വരാൻ കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം ചന്ദ്രോത്സവം, ഈ ചന്ദ്രോത്സവം ഫിലിമിൻ്റെ ഒരു പ്രധാന ലൊക്കേഷനായിരുന്നു ഈ വാഴാലിക്കാവ് ക്ഷേത്രവും പരിസരവും. ഈ നമുക്കറിയാം അതിൽ നമ്മളെ മീന ചേച്ചീൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞിട്ട് അവരിങ്ങനെ ഇറങ്ങി വരുന്ന ഒരു സീൻ എന്ന് വെച്ചാൽ ആ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നായിരുന്നു. അവിടുന്ന് ഇങ്ങനെ ആ ഒരു സീനിൽ അവരിങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമ്മൾ ലാലേട്ടൻ്റെ സുഹൃത്തുക്കളും ഇങ്ങനെ ഇരുന്നിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അവൾ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷമത്തോടെ പറയുന്ന ഒരു ഡയലോഗൊക്കെ പറയുന്നത് വെച്ചാൽ നമ്മൾ ഫ്രണ്ട് കാണുന്ന ആ ഒരു ആൽമരത്തിൻ്റെ ആ ഒരു ആൽത്തറയിൽ ഇരുന്നിട്ടാണ് അവർ ആ ഒരു സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആൽമരം ഈ ആൽത്തറ എവിടെയാണെങ്കിലും ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കുറച്ചധികം ദൂരത്താണുള്ളത്. പിന്നെയെന്ന് വെച്ചാൽ ഇതിൽ വേറെ സീൻ എന്ന് വെച്ചാൽ ഇതിൽ ഫൈറ്റ് സീനാണ്. ഫൈറ്റ് സീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് പറഞ്ഞു അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ മീന ചേച്ചീൻ്റെ ഭർത്താവിനെ ഇവർ വെട്ടുന്ന ആ ഒരു വെട്ടി പരിക്കേൽപ്പിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സീനൊക്കെ ഷൂട്ട് ചെയ്ത് ആ ഒരു ഫൈറ്റൊക്കെ ഷൂട്ട് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്രണ്ട് കാണുന്ന പാടങ്ങൾ എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചന്ദ്രോത്സവത്തിൻ്റെ ആ ഒരു ലൊക്കേഷനാണ് ഇത്. മാത്രമല്ല വേറെ ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ ബാലേട്ടൻ ഫിലിമിൽ ലാലേട്ടനെ കാണിക്കുന്ന ഒരു സീനുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ലാലേട്ടൻ ഇങ്ങനെ കതിന പൊട്ടുമ്പോൾ ലാലേട്ടൻ ഇങ്ങനെ കണ്ണ് പൊട്ടിയിട്ട് ഈ ചെവി അടച്ച് വെക്കുന്ന ആ ഒരു സീനും ഷൂട്ട് ചെയ്തേക്കുന്നത് വെച്ചാൽ ഈ നമ്മളെ വാഴാലിക്കാവ് ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ വെച്ചിട്ടാണ്. അതും നമ്മൾ സീൻ സൈഡിൽ കാണിച്ചു തരാൻ എന്തായാലും. പിന്നെ വെച്ചാൽ പറയുകയാണെങ്കിൽ എത്ര പറഞ്ഞാലും നമുക്ക് മതി വരില്ല. അത്രത്തോളം സീനുകൾ അല്ലെങ്കിൽ എത്രത്തോളം സിനിമകൾ നമുക്ക് ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമ്മളിപ്പോൾ വന്ന ഒരു സമയം എന്ന് വെച്ചാൽ വളരെ റോങ് ആയിട്ടുള്ളൊരു സമയമാണ്. എന്താ വെച്ചാൽ ഇവിടെ വരികയാണെങ്കിൽ ഒന്നെങ്കിൽ മഴക്കാലത്ത് മഞ്ഞുകാലത്തൊക്കെ വരണം. അപ്പോൾ നല്ല ഉഷ്ണമാണ്, നല്ല ആ ഒരു സമയം അതിനെക്കൊണ്ട് നമുക്ക് നല്ല ചൂടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ വാഴാലിക്കാവ് ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ പരിസരത്തെ ആ ഒരു ഭംഗി കാണണമെങ്കിൽ ശരിക്കും നല്ല പച്ചപ്പുള്ള സമയത്ത് അല്ലെങ്കിൽ പാടത്ത് നല്ല കൃഷിയൊക്കെ ഉള്ള സമയത്ത് വരണം. അപ്പോൾ നമുക്ക് എന്തായാലും അത് പിന്നൊരു ദിവസം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഫിലിമിൻ്റെയും ലൊക്കേഷനായിട്ട് നമുക്കിങ്ങനെ കീറി മുറിച്ച് നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ ചന്ദ്രോത്സവത്തിൻ്റെ ബാലേട്ടൻ്റെയൊക്കെ ആ ഒരു സീനും ലൊക്കേഷൻ ഇത്രയാണ്. പിന്നെ വെച്ചാൽ വേറൊരു സിനിമേൻ്റെ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടുന്ന് ബോഡി ഗാർഡ് ഫിലിമിൻ്റെ ആ ഒരു സോങ്ങിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് എനിക്ക് നമ്മൾ നെറ്റിൽ നോക്കിയ സമയത്ത് അറിയാൻ പറ്റിയത്. 100ഓളം മലയാള സിനിമകൾ, 100ലധികം മലയാള സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ വാഴാലിക്കാവ് ക്ഷേത്രവും അതിൻ്റെ പരിസരവും കേട്ടോ. നോക്കടാ വരുന്നതുണ്ടോ? ചിറക്കൽ ശ്രീഹരിയുടെ പെണ്ണായ കണ്ണി എന്ന ഇരട്ടപ്പേരാര് വിളിച്ചാലും ആ അവൾ ആദ്യമായി മുഴുപ്പാവാട ഉടുത്ത നാൾ ഓടിക്കിതച്ചെന്റെ മുന്നിൽ വന്നു നിന്ന്. അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയൊക്കെയാണ് നമ്മുടെ വാഴാലിക്കാവ് ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഫിലിം ലൊക്കേഷൻ കാഴ്ചകൾ. ഞാൻ നിങ്ങളടുത്ത് ഒന്നുകൂടി പറയണം, നമ്മൾ ഒരു തവണയും കൂടി ഈ വാഴാലിക്കാവ് ക്ഷേത്രത്തിൻ്റെ ഇവിടെ വന്നിട്ട് വീഡിയോ ചെയ്യാം. അതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു പീക്ക് ടൈമില്ലേ, ഈ പാടങ്ങളിലൊക്കെ ഈ നല്ല രീതിയിൽ കൃഷിയൊക്കെ ഉണ്ടാകുന്ന സമയം, ആ സമയത്ത് നമുക്ക് ഒന്നും കൂടി വന്ന് വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ, ഈ ചെറിയൊരു കുഞ്ഞു വീഡിയോ എന്ന് പറയാം, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് എത്തുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാം ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു മനോഹരമായ വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.